ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ്. 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് പുതിയ പാഠപുസ്തകമാണ്. ബേസിക് സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ, 3rd ചാപ്റ്റർ, ലെറ്റ്സ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. ആ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ബാക്കി വർക്ക്ഷീറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളിത് ചെയ്യും. ഈ ക്ലാസ് നമ്മൾ 2 പാർട്ടായിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇത് പാർട്ട് 1 ആണ്. ഇത് കഴിഞ്ഞിട്ടൊരു പാർട്ട് 2 കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ലെറ്റ്സ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. Haven't you noticed that there are different kinds of fish in the water bodies near your school or home? Your home or school might have an aquarium, right? It might also have many varieties of colorful fishes, doesn't it? A picture of a pond is given below. See how beautiful the fishes in it are. Observe each fish carefully. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്കൂളിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾ വാട്ടർ ബോഡീസ്, അതായത് വെള്ളം നിറച്ച് വെച്ച അക്വേറിയമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ വെള്ളമല്ല ഫിഷസിനെ കണ്ടിട്ടുണ്ടാവും. പിന്നെ സ്കൂളിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ അക്വേറിയം ഉണ്ടാവും. ഏകദേശം എല്ലാവരുടെയും വീട്ടിൽ അക്വേറിയം കാണാം. അപ്പോൾ അതിൽ മീനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡിഫറെൻറ്റ് കളർഫുൾ ഫിഷസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും നിങ്ങൾക്ക് അവർ തന്നിരിക്കുന്ന ഒരു പിക്ചർ. ഈ ഒരു പോണ്ടിൽ, ഇതൊരു കുളമാണ്, ഇതിൽ അവർ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഫിഷസ് ഒക്കെ തന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് കളർ മാത്രമല്ല, അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഇതിനുണ്ട്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്താണ് നമ്മുടെ ചോദ്യം വരുന്നത്. ആർ ഓൾ ഫിഷസ് ദി സെയിം? ഹൗ ആർ ദേ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ? എല്ലാ ഫിഷസും ഒരേപോലെയാണോ? അല്ല. എങ്ങനെയൊക്കെയാണ് വ്യത്യാസം? ഷേപ്പിൽ, കളർ, സൈസ്, ഇതെല്ലാം വ്യത്യസ്തമാണ്. അടുത്തത്, ഷാൾ വി മേക്ക് എ മോഡൽ ഓഫ് ഫിഷ്? നമുക്കൊരു ഫിഷിൻ്റെ മോഡൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദിസ്? അതിന് എന്തൊക്കെ മെറ്റീരിയൽ വേണം എന്നുള്ളത് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ബട്ട് അവർ തന്നെ അതിൽ ആൻസർ തന്നിട്ടുണ്ട്. നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് കേട്ടോ. നമുക്കത് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് മിഡ് റിബ്സ് ഓഫ് കോക്കനട്ട് പാമിൻ്റെ മിഡ് റിബ്സ് എടുക്കണം. അതുപോലെ തന്നെ പാം റിബ്സ്, നമുക്കൊരു ഗ്ലൂ വേണം, ത്രെഡ് വേണം. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ അതുപോലെ ഫാബ്രിക്കും വേണം. ഇത്രയും സാധനങ്ങൾ വേണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫിഷിനെ ഉണ്ടാക്കാൻ പോണത്. എന്നിട്ട് അവരുടെ ചോദ്യം, ഈ 2 രീതിയിലും നമ്മൾ ഫാബ്രിക് മാത്രം വെച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ റിബ്സ് യൂസ് ചെയ്തിട്ടും 2 ഫിഷിനെ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും തമ്മിലുള്ളത് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതായത് നൗ ഹോൾഡ് ദി ടെയിൽ പോർഷൻ. ഇവിടെ ഉണ്ടാക്കിയതിന് ശേഷമുള്ള ചോദ്യമാണിത്. നൗ ഹോൾഡ് ദി ടെയിൽ പോർഷൻ ഓഫ് ദ ഫിഷ് ആൻഡ് ട്രൈ ടു മേക്ക് ഇറ്റ് സ്റ്റാൻഡ് അപ്പ്, റൈറ്റ്? ഡസ് ദ ഫിഷ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്? അതായത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാബ്രിക് മാത്രം വെച്ചിട്ട് കേട്ടോ. ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തുണിയാവാം. ആ ഫാബ്രിക് മാത്രം വെച്ചിട്ട് ഒരു ഫിഷിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫിഷ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമോ? അതായത് വളയാണ്ട് നമ്മളിപ്പോൾ പിടിച്ചാലും അത് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അതിന് നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വളയാതെ നമുക്ക് പിടിക്കാൻ പറ്റുമോ? സ്റ്റാൻഡ് അപ്രൈറ്റ് ആവാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നോ, ദ ഫിഷ് മെയ്ഡ് ഓൺലി വിത്ത് ഫാബ്രിക് വിൽ നോട്ട് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. പറ്റില്ല എന്നാണ് ആൻസർ. ഇനി അടുത്തത്, നമ്മൾ ഈ പാം ഇടയിൽ കൂടെ വെച്ചതിന് ശേഷം ഉണ്ടാക്കിയത് നോക്കാം. നൗ ഹോൾഡ് ദിസ് ഫിഷ് ബൈ ഇറ്റ്സ് ടെയിൽ പോർഷൻ ആൻഡ് മേക്ക് ഇറ്റ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. വാലിൽ പിടിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിർത്താനാണ് പറയുന്നത്. ഡിഡ്ന്റ് യു സക്സീഡ്? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? അപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ, ഫാബ്രിക് മാത്രം വെച്ചതിൽ നിന്ന് ഇതിൻ്റെ വ്യത്യാസം, ഇത് ശരിക്കും നിൽക്കും, വളയൊന്നുമില്ല. The palm ribs act as a skeleton or frame providing rigidity and support to the fabric structure. അപ്പോൾ ഇവിടെ പാം റിബ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അത് മീനിൻ്റെ എല്ല് പോലെ, ആ ഒരു സ്കെൽറ്റൻ ഇല്ലേ, ആ സ്കെൽറ്റൻ പോലെ അത് ആക്ട് ചെയ്യും. അപ്പോൾ അതിനൊരു റിജിഡിറ്റിയും ഒരു സപ്പോർട്ടും ഒക്കെ കൊടുക്കും. അത് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നോളും കേട്ടോ. അലോയിങ് ഇറ്റ് ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് ഷേപ്പ് ആൻഡ് സ്റ്റാൻഡ് അപ്രൈറ്റ്. അപ്പോൾ ആ ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അത് നമ്മൾ വാലി പിടിച്ചതാക്കിയാലും അത് ശരിക്ക് എന്താ പറയുക, റിജിഡായിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുന്നതായിരിക്കും. നെക്സ്റ്റ്, ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് യു ഒബ്സർവ് വെൻ യു ട്രൈ ടു മേക്ക് ബോത്ത് ദ ഫിഷസ് സ്റ്റേ സ്ട്രെയിറ്റ് ബൈ ഹോൾഡിംഗ് ദ ടെയിൽ പോർഷൻസ്. അപ്പം നമ്മൾ ഫാബ്രിക് വെച്ച് ഉണ്ടാക്കിയ ഫിഷും പിന്നെ പാം റിബ്സും ഫാബ്രിക്കും വെച്ചുണ്ടാക്കിയ ഫിഷും തമ്മിലുള്ള ഫീച്ചേഴ്സാണ്. ആദ്യത്തെ, ഫാബ്രിക് മാത്രം വെച്ചത് ഫ്ലെക്സിബിൾ ആണ്, ഫ്ലോപ്പി, ലാക്സ് സ്റ്റിഫ്നെസ്. അതായത് അറിയാലോ, ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞാൽ വളയുമൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ സ്റ്റിഫായിട്ടുണ്ടായിരിക്കില്ല. കനോട്ട് സ്റ്റാൻഡ് അപ്രൈറ്റ് ഓൺ ഇറ്റ്സ് ഓൺ. നോ ഇന്റേണൽ സപ്പോർട്ട്, ഈസിലി ലോസസ് ഇറ്റ്സ് ഇന്റൻഡഡ് ഷേപ്പ്. ആ ഷേപ്പ് ഈസി ആയിട്ട് നഷ്ടപ്പെടും. ഇനി ഫാബ്രിക് ആൻഡ് പാം റിബ്സ് വെച്ചിട്ടുള്ളതാണെങ്കിൽ റിജിഡ്, ഹോൾഡ്സ് ഇറ്റ് ഷേപ്പ് ഡ്യൂ ടു ഇന്റേണൽ സപ്പോർട്ട്,
can stand upright when held. Internal support provided by palm ribs maintains its shape due to the frame. Next, fabric pieces were used in both instances. Then why is it that only the second fish you made stood straight? അപ്പോൾ രണ്ടിലും നമ്മൾ ഫാബ്രിക് പീസസ് ഉപയോഗിച്ച് തന്നെയാണ് രണ്ട് ഫിഷിനെ ഉണ്ടാക്കിയത്. പക്ഷെ രണ്ടാമത് നമ്മൾ ഉണ്ടാക്കിയത് മാത്രം എന്തുകൊണ്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നു, കറക്റ്റ് ആയിട്ട് നിൽക്കുന്നു, ഫിഷിന്റെ ഷേപ്പിൽ കിട്ടുന്നു എന്നാണ് ചോദ്യം. പാം റിബ്സ് വർ യൂസ് ടു മേക്ക് ദ സെക്കൻഡ് ഫിഷ്. റീസൺ എന്താണെന്ന് ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നത് തന്നെ ഉണ്ട്. രണ്ടാമത്തെ ഫിഷിൽ നമ്മൾ പാം റിബ്സ് യൂസ് ചെയ്തിരുന്നു. ഓക്കെ, വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്? അപ്പോൾ അത് എന്തിനാണ് നമ്മൾ ഉപയോഗിച്ച് ചോദിച്ചാൽ ഷേപ്പ് കിട്ടാൻ, റിജിഡിറ്റി കിട്ടാൻ, ടു പ്രൊവൈഡ് റിജിഡിറ്റി, ടു ഗിവ് ഇന്റേണൽ സപ്പോർട്ട്. ഓക്കെ, ഇനി ഫിഷിന്റെ ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ. യു മസ്റ്റ് ഹാവ് ഒബ്സർവ്ഡ് റിയൽ ഫിഷ്, ഹാവൻറ്റ് യു? നമ്മൾ റിയൽ ഫിഷിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? യെസ് ആണ് അല്ലേ ഇവിടെ വരേണ്ടത്? യെസ് ആണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. When you eat fish, don't you see the fish bones inside it? മീൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ മീനിൻ്റെ എല്ലുകൾ കാണാറില്ല. മീൻ മുള്ളില്ലേ, അത് തന്നെയാണ് കേട്ടോ എല്ല്. മീനിൻ്റെ മുള്ളുകളില്ലേ, അതെല്ലാണ്. ഡോണ്ട് ദേ റിസംബിൾ ടു ദ പാർട്ട് മെയ്ഡ് വിത്ത് പാം റിബ്സ് ഇൻ ദ ഫിഷ് യു ഹാഡ് മെയ്ഡ്? നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാം റിബ്സുമായിട്ട് ഇതിന് സിമിലാരിറ്റി ഉണ്ടോ? ഇത് നോക്കിയിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് സിമിലാരിറ്റി ഉണ്ട്. ഡു ഓൺലി ഫിഷസ് ഹാവ് സച്ച് പാർട്സ്? പിന്നെ നമ്മളോടുള്ള ചോദ്യം, ഫിഷസിന് മാത്രമാണോ ഇങ്ങനെയുള്ള ഭാഗങ്ങളുള്ളത്? അല്ല, നോ ആണ് കേട്ടോ. Didn't you notice what the child had said? If there were no bones in the chicken, I could have eaten it fully. കുട്ടി എന്താ പറയണത്? ചിക്കണിൽ എല്ലില്ലായിരുന്നെങ്കിൽ എനിക്കിത് ഫുള്ളായി കഴിക്കായിരുന്നു, എല്ല് വേസ്റ്റ് ആവില്ലല്ലോ എന്ന് ഈ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ കഴിക്കുന്ന ചിക്കനിലൊക്കെ എല്ലുണ്ടല്ലോ, നമുക്കറിയാലോ. ഡു ഓൾ ലിവിങ് തിങ്സ് ഹാവ് സച്ച് പാർട്സ്? എല്ലാ ലിവിങ് തിങ്സിനും ഇങ്ങനത്തെ ഭാഗങ്ങളുണ്ടോ? ഉണ്ട്, മനുഷ്യർക്കും എല്ലുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ താഴെ അതുപോലെ ഹെന്നിൻ്റെ സ്കെൽട്ടൺ, ബോൺസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടല്ലോ ഒരു പല്ലിയുടെ പിക്ചർ തന്നിട്ട് അതിൻ്റെയും കാണിച്ചിട്ടുണ്ട്. ഹാവൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് അതർ ലിവിങ് ബീങ്സ് ഓൾസോ ഹാവ് സിമിലർ പാർട്സ്? ദിസ് ഇസ് കാൾഡ് സ്കെൽട്ടൺ. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും, ലിവിങ് ബീങ്സിനും ഇങ്ങനത്തെ പാർട്സ് ഉണ്ട് അല്ലേ? ഈ പാർട്ടിന് എന്താ പറയുക ചോദിച്ചാൽ സ്കെൽട്ടൺ എന്നാണ് പറയുക കേട്ടോ. ഈ പാർട്ടിൻ്റെ പേര് സ്കെൽട്ടൺ. നെക്സ്റ്റ്, അപ്പോൾ എന്താ സ്കെൽട്ടൺ? ദ സ്കെൽട്ടൺ ഈസ് ദ ഫ്രെയിംവർക്ക് ഓഫ് ബോൺസ് ദാറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് ഷേപ്പ് ടു ദ ബോഡി ആൻഡ് പ്രൊട്ടക്ട് സർട്ടൻ ഇന്റേണൽ ഓർഗൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്കെൽട്ടൺ എന്ന് പറഞ്ഞാൽ എല്ലുകളുടെ ഒരു കൂട്ടമാണ്. കുറേ എല്ലുകൾ കൂടിച്ചേർന്നതാണ് സ്കെൽട്ടൺ എന്ന് പറയുക. സപ്പോർട്ടും ഷേപ്പും, നമ്മുടെ ശരീരത്തിന് സപ്പോർട്ടും ഷേപ്പും നൽകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരുപാട് ഓർഗൻസ് ഉണ്ട് അല്ലേ? നമുക്ക് ഹേർട്ട് ഉണ്ട്, കിഡ്നി ഉണ്ട്, അതുപോലെ ബ്രെയിൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇന്റേണൽ ഓർഗൻസ് നമുക്ക് ഉണ്ട്. ആ ഇന്റേണൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുന്നത് ആരാണ്? സ്കെൽട്ടൺ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ദീസ് ആർ ദ സ്കെൽട്ടൺസ് ഓഫ് വേരിയസ് ആനിമൽസ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് വേരിയസ് ആനിമൽസിൻ്റെ സ്കെൽട്ടൺസ് തന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെയാണ് ആനിമൽസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം തന്നിരിക്കുന്ന ഒരു ബേർഡിൻ്റെ ആണ്. മേ ബി അത് ബാറ്റ് ആവാം. ഞാനത് എന്തുകൊണ്ടാണ് എഴുതാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ബേർഡിൻ്റെ പേര് തന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സ് വേറെ ആയിരിക്കും പറയുക. അപ്പോൾ തെറ്റിപ്പോവാതിരിക്കാനാണ് ഞാൻ ബാറ്റ് ആണ്, മോസ്റ്റ്ലി ഇത് ബാറ്റ് ആയിരിക്കും, പക്ഷെ ഞാൻ തരുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് ബേർഡ് ഏതാണെന്ന് എഴുതിയാൽ മതി. ഇത് കൗവിൻ്റെയാണ് തന്നിരിക്കുന്നത്. മമ്മലിനെ എഴുതിയിട്ടുള്ളൂ ഞാൻ. കൗ ഓർ ഗോട്ട് ആയിരിക്കാം. പിന്നെ വരുന്നത് ഒരു റെപ്റ്റൈലാണ്. ലിസാർഡ് ഓർ ക്രൊക്കഡൈൽ, പല്ലിയോ അല്ലെങ്കിൽ എന്താവാം, മുതലയോ ക്രൊക്കഡൈലോ ആവാം ഇത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം എഴുതിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നിരിക്കുന്നത്, തെറ്റരുത് എന്ന് പറഞ്ഞിട്ട്. ഹൗ കുഡ് യു ഐഡൻറ്റിഫൈ ദ ആനിമൽ ബൈ ഒബ്സർവിങ് ദ സ്കെൽട്ടൺ? അടുത്തത്, സ്കെൽട്ടൺ മാത്രം നോക്കിയിട്ട് എങ്ങനെയാണ് ഒരു ആനിമലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നാണ് ചോദ്യം. ദെൻ skeleton of birds, there are air cavities in the bones of birds. Birds in the bones le air cavities ഉണ്ടാവും. This makes their skeleton lighter compared to other organism. വേറെ ഓർഗാനിസത്തിനെക്കാളും ഇവരുടെ എല്ലുകൾ കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. This adaptation helps birds to fly. ഇതുകൊണ്ടാണ് ബേർഡ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പറക്കാൻ പറ്റുന്നത് കേട്ടോ. പക്ഷേ എല്ലാ ബേർഡ്സിനും ഇതുപോലെ എന്തില്ല, എയർ ക്യാവിറ്റീസ് ഇല്ല. അങ്ങനെ ഇല്ലാത്തവർക്ക് പറക്കാൻ കഴിയില്ല. അങ്ങനെ ഇല്ലാത്ത ബേർഡ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, പറക്കാൻ പറ്റാത്ത ബേർഡ്സ് ആണ് പെൻഗ്വിൻ, ഓസ്ട്രിച്ച്, എമു, പിന്നെ കിവി ഒക്കെ ഉണ്ട് കേട്ടോ. കിവി കുഞ്ഞു പക്ഷിയാണ്, അതിനും പറക്കാനൊന്നും പറ്റില്ല. ഇനി ബോൺസ് ആർ ഇൻസൈഡ് അസ് ടു. നമ്മളുടെ ഉള്ളിലും ബോൺസ് ഉണ്ട് അല്ലേ? നമ്മൾക്ക് ബോഡി ലൈക്ക് ഹാൻഡ്സ്, ലെഗ്സ്, ഫിംഗേഴ്സ്, ഹെഡ് എല്ലാവിടെയും ബോൺസ് ഉണ്ട്. ആർ ഓൾ ബോൺസ് ദ സെയിം ചോദിച്ചിട്ടുണ്ട്. അല്ല. നെക്സ്റ്റ്,
വിച്ച് ആർ ദ പാർട്സ് ദാറ്റ് ഹാവ് ലോങ് ബോൺസ്. ഇവിടെ എന്തുണ്ടോ ഹ്യൂമൻ സ്കെൽറ്റൻ തന്നിട്ടുണ്ട്. ഏറ്റവും ലോങ്ങസ്റ്റ് നീളം കൂടിയ ബോണുകളും അതുപോലെ ചെറിയ ബോണും ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, കയ്യിലത്തെയും കാലത്തെയും ബോൺസ് തന്നെയാണ് നീളം കൂടിയത്, ബോൺസ് ഓഫ് ആംസ് ആൻഡ് ലെഗ്സ്. ഷോർട്ട് ആയിട്ടുള്ള കുഞ്ഞതായിട്ടുള്ള ബോൺസ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ റിസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഈ റിസ്റ്റ് പോർഷനിലുള്ളതും അതുപോലെ തന്നെ ഇത് ഇവിടെയുള്ളതുമാണ് കുഞ്ഞു ബോൺസ് വരിക. ഷോർട്ട് ബോൺസ്, അതായത് സ്മോളസ്റ്റ് ബോൺ എന്നല്ല കേട്ടോ പറയുന്നത്, ഷോർട്ട് ബോൺസ് എന്നുള്ളതിൻ്റെ ആൻസർ മാത്രമാണ് റിസ്റ്റിനെ കാർപ്പൽസ് എന്ന് പറയും, ആംഗിൾസ് ടാർസൽസ് എന്ന് പറയും കേട്ടോ. ഇതാണ് ആംഗിൾസ്, ഇതിനെ ടാർസൽസ് എന്നാണ് പറയുക. ദെൻ നെക്സ്റ്റ് ഹ്യൂമൻ സ്കെൽറ്റൻസ്. ഹ്യൂമൻ സ്കെൽറ്റനിൽ സ്കള്ളുണ്ട്, വെർട്ടബ്രൽ കോളം, റിബ്സ്, റിബ് കേജ്, ബോൺസ് ഓഫ് ആംസ് ആൻഡ് ലെഗ്സ് ആൻഡ് ഹിപ്പ് ബോൺസ് ടുഗെദർ ഫോംസ് ഹ്യൂമൻ സ്കെൽറ്റൻ. ഇത് വേണം, ഹ്യൂമൻ സ്കെൽറ്റനിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് വേണം. റീഡ് ദി ഇൻഫർമേഷൻ ആൻഡ് ഒബ്സർവ് ദ പിക്ചേഴ്സ് പ്രൊവൈഡഡ് ബിലോ ടു ലേൺ മോർ അബൌട്ട് ദ ഹ്യൂമൻ സ്കെൽറ്റൻ. ഹ്യൂമൻ സ്കെൽറ്റനിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ള സ്കള്ളാണ്. നമുക്ക് സ്കൾ ഇസ് മെയ്ഡപ്പ് ഓഫ് എത്ര ബോൺസ് വേണമെന്ന് ആദ്യം പഠിക്കണം. 22 ബോൺസ് ആണ് സ്കള്ളിലുള്ളത്. ഇതിൽ ദർ ഇസ് ഓൺലി 1 മൂവബിൾ ബോൺ. നമുക്ക് 22 ബോൺസ് ഉണ്ടായിട്ടും ഒരൊറ്റ ബോൺ മാത്രമേ മൂവബിൾ ആയിട്ടുള്ളൂ. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബോൺ സ്കള്ളിൽ കേട്ടോ, ഈ തലയിൽ ആ തലയോട്ടിയുടെ ഭാഗത്ത് മൂവബിൾ ആയിട്ടുള്ള ഒറ്റ ബോണേ ഉള്ളൂ. അതാണ് ഈ ലോവർ ജോ ബോൺ. ഇതിനെ മാൻഡിബിൾ എന്നാണ് പറയുക. ലോവർ ജോ ബോൺ ആണ് മാൻഡിബിൾ. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് അപ്പാർട്ട് ഫ്രം ദിസ് സ്കള്ള് ഏതൊക്കെ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദ്യമുണ്ട്. അപ്പാർട്ട് ഫ്രം ദിസ് ദ സ്കൾ ഓൾസോ പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു സെൻസറി ഓർഗൻസ് സച്ച് എസ് ഐസ്, ഇയേഴ്സ്, നോസ് ആൻഡ് ടങ്. ഇത്രയും ഓർഗൻസിനെയും കൂടി ആര് പ്രൊട്ടക്ട് ചെയ്യണു? സ്കള്ള് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഐസ്, ഇയേഴ്സ്, നോസ് ആൻഡ് ടങ്. പക്ഷേ മേജറായിട്ട് സ്കള്ള് പ്രൊട്ടക്ട് ചെയ്യണത് ബ്രെയിനെയാണ്. യു നോ ദാറ്റ് ഈവൻ മൈനർ ഇഞ്ചുറീസ് ടു ദ ബ്രെയിൻ ക്യാൻ കോസ് സിവിയർ ഹെൽത്ത് ഇഷ്യൂസ്. സോ എന്താണ് സ്കൾ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ബോഡി ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് ബ്രെയിനിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി സ്കൾ ഏറ്റവും കൂടുതൽ ഡ്യൂട്ടി ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ഹെൽമെറ്റ്, ദ ഷീൽഡ് ഓഫ് ലൈഫ്. അപ്പം നമുക്കിവിടെ ഹെൽമെറ്റ് വിയർ ചെയ്യണതിൻ്റെ ഒരു ഗുണമാണ്, ഗുണവും ദോഷവും ഇവിടെ പറയുന്നുണ്ട്. ഡോണ്ട് യു വിയർ എ ഹെൽമെറ്റ് വൈൽ റൈഡിങ് എ സ്കൂട്ടർ ഓർ അതർ ടു വീലേഴ്സ്. അതായത് 2 വീലുള്ള 2 വീലേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹെൽമെറ്റ് വിയർ ചെയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. ക്യാൻ യു എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ വിയറിങ് ഹെൽമെറ്റ്സ് വൈൽ റൈഡിങ് 2 വീലേഴ്സ്. എന്തിനാണ് അത് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ ഈ ഹെൽമെറ്റ് ഇട്ടിട്ട് പോകുന്നത് എന്ന് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കത് നോക്കാം. ഹെൽമെറ്റ് ഷീൽഡ് ഓഫ് ലൈഫാണ്. അതിൻ്റെ റീസൺ പറയാം എന്തിനത് വിയർ ചെയ്യണം. വിയറിങ് ഹെൽമെറ്റ്സ് വൈൽ റൈഡിങ് 2 വീലേഴ്സ് ഈസ് ഫോർ പ്രൊട്ടക്ടിങ് ദ ബ്രെയിൻ ഫ്രം സിവിയർ ഇഞ്ചുറീസ് ഇൻ കേസ് ഓഫ് എൻ ആക്സിഡൻറ്റ്. ആക്സിഡൻ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ തലേൻ്റെ സംരക്ഷണത്തിനാണ്, ബ്രെയിനിൻ്റെ സംരക്ഷണത്തിനാണ് ഹെൽമെറ്റ് ഇടുന്നത്. ഈവൻ മൈനർ ഹെഡ് ഇഞ്ചുറീസ് ക്യാൻ ലീഡ് ടു സിഗ്നിഫിക്കൻറ്റ് ഹെൽത്ത് ഇഷ്യൂസ്. ചെറിയ തലയ്ക്കുണ്ടാവുന്ന പൊട്ടലോ ഇഞ്ചുറീസ് പോലും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഹെൽമെറ്റ്സ് ആക്ട്സ് ആസ് എ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് അബ്സോർബിങ് ഇമ്പാക്ട് ആൻഡ് റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ഹെഡ് ഇഞ്ചുറി. അപ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡായിട്ടും ഹെഡ് ഇഞ്ചുറി തടയാനും ഹെൽമെറ്റ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വെർട്ടബ്രൽ കോളമാണ്. വേർ ഈസ് അവർ വെർട്ടബ്രൽ കോളം ഫൗണ്ട്? അപ്പം നമ്മുടെ സ്കള്ള് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് വെർട്ടബ്രൽ കോളമാണ്. വെർട്ടബ്രൽ കോളം എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ദ വെർട്ടബ്രൽ കോളം എന്ന് പറയുന്നത് സീരീസ് ഓഫ് ബോൺസ് ആണ് കേട്ടോ. ഒരു ബോൺ അല്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് വെർട്ടബ്രൽ കോളം, ഒറ്റ ബോൺ അല്ല ഇത്. ബോൺസ് ഇൻ ദ വെർട്ടബ്രൽ കോളം ആർ കാൾഡ് വെർട്ടബ്രേ. ഈ നട്ടല് കണ്ടല്ലോ, നമ്മുടെ നട്ടല് ബാക്ക് പോർഷനിൽ വരുന്നതാണ് വെർട്ടബ്രേ എന്നാണ് പറയുക. ദ വെർട്ടബ്രൽ കോളം കൺസിസ്റ്റ് ഓഫ് 33 വെർട്ടബ്രേ. 33 ബോൺസ് ഉണ്ട് കേട്ടോ ഇതിൽ. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഡ്യൂട്ടി ഉണ്ട്, ഇത് ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അവിടെ. സ്പൈനൽ കോഡ് വിച്ച് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം പാസസ് ത്രൂ ദി വെർട്ടബ്രൽ കോളം. ഈ വെർട്ടബ്രൽ കോളത്തിനുള്ളിൽ കൂടെ കടന്നു പോകുന്നതാണ് സ്പൈനൽ കോഡ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? വെർട്ടബ്രൽ കോളം. ഹെൻസ് ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഓഫ് സ്പൈനൽ കോഡ്. ഇഫ് ദ വെർട്ടബ്രൽ കോളം ഈസ് സിവിയർലി ഡാമേജ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു സ്റ്റാൻഡ് ഓർ വാക്ക്. അപ്പോൾ നമുക്ക് നട്ടലിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് ചെയ്യാനോ വാക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല കേട്ടോ. നെക്സ്റ്റ് ആണ് നമുക്ക് റിബ്സ്. വാരിയല്ലേ കണ്ടല്ലോ, റിബ്സ് വെർട്ടബ്രൽ കോളമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്റ്റേർണം, റിബ്. അപ്പം നമ്മളുടെ അടുത്ത് ചോദിക്കുക, നമുക്ക് ആകെ 12 പെയറാണ് റിബ്സ് ഉള്ളത്, 24 എണ്ണം കേട്ടോ. ഇത് ഒരു പെയറായിട്ടാണ് 2 എണ്ണം വരുവേ. ദ റിബ്സ് എൻഫോഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹേർട്ട്. അപ്പോൾ ഈ റിബിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് നമ്മുടെ ഹേർട്ട്, ലങ്സ്, പിന്നെ ബ്ലഡ് വെസൽസ് ഉള്ളത്. ദ റിബ്സ് ആർ കണക്റ്റഡ് ടു ദ വെർട്ടബ്രൽ കോളം അറ്റ് ദ ബാക്ക് ആൻഡ് ടു ദ സ്റ്റേർണം ഇൻ ഫ്രണ്ട്. അപ്പോൾ റിബ്സ് ബാക്കിൽ എന്താണ് വെർട്ടബ്രൽ കോളവുമായിട്ടും ഫ്രണ്ടിൽ സ്റ്റേണവുമായിട്ടും കണക്ട് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഫിക്സ് ആയി നിൽക്കുന്നത് കേട്ടോ.
ദെൻ അടുത്തത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ വെർട്ടബ്രൽ കോളം, റിബ്സ്, സ്കള്ള്, ഇത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ മെനി ബോൺസ് ആർ ദർ ഇൻ ദ സ്കൾ? ആൻസർ 22 bones. Among the bones in the skull, which one is capable of movement? Lower jaw bone, mandible. How many vertebrae are there in the vertebral column? 33. Which is the protective covering of the spinal cord? Vertebral column. What is the main function of vertebral column? It acts as a protective shield of spinal cord. Which bones protect heart and lungs? Ribs. Which are the major organs protected by the skull? Brain ഉണ്ട്, അത് കൂടാതെ ഐ, ഇയർ, നോസ് ആൻഡ് ടങ്ങും കൂടി ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, aren't there any other bones in different parts of the body apart from the ones you have recognized? നമ്മൾ ഈ പറഞ്ഞതല്ലാണ്ട് നമ്മുടെ ശരീരത്തിൽ വേറെ ബോൺസ് ഉണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ട്. അതിനി നമ്മൾ നെക്സ്റ്റ് നോക്കും. ബോൺസ് ഇൻ ആംസ്, ലെഗ്സ്, അങ്ങനെ എല്ലാവിടെയും ഉണ്ട് കേട്ടോ ബോൺസ്. അപ്പം ഇനി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഹൗ മെനി ബോൺസ് ആർ ദർ ഇൻ ഈച്ച് ഹ്യൂമൺ ആം? നമ്മുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു കയ്യിൽ 32 ബോണുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 കയ്യിലും കൂടി നമുക്ക് 64 ബോൺ ഉണ്ട്. ഹ്യൂമൻസ് ഹാവ് ദ എബിലിറ്റി ടു സ്റ്റാൻഡ് ഓൺ 2 legs. നമുക്ക് 2 കാലിൽ നിൽക്കാൻ പറ്റുന്നില്ലേ, അതിനും ആരാ സഹായിക്കുന്നത്? ബോൺസ് ആണ്. ബോൺസ് ഇൻ ദ ലെഗ്സ് ആർ സ്ട്രോങ്ങർ ദാൻ ദോസ് ഇൻ ദ ആം. അപ്പോൾ കയ്യിലുള്ള എല്ലുകളെക്കാളും ബലം കൂടുതൽ കാലിലുള്ള എല്ലുകൾക്കായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, നമ്മുടെ ഒരു കയ്യിൽ 32 എണ്ണം ഉണ്ടെങ്കിൽ ഒരു കാലിൽ എത്ര ബോൺസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 31 ആണ്. 31 ആണ് ഇൻ ഈച്ച് ലെഗ്. അപ്പോൾ 2 കാലിലും കൂടിയിട്ട് നമുക്ക് 62 കേട്ടോ, 62 ബോൺസ് ഉണ്ടായിരിക്കും. വിച്ച് ഇസ് ദ ലോങ്സ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി? ലോങ്സ്റ്റ് ബോൺ ഫെമർ ആണ്. ഇതുണ്ടല്ലോ, ഇതാണ് കേട്ടോ. ദെൻ ഇനി നമുക്ക് അടുത്തത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആവശ്യമില്ല, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിരിക്കുന്നതാണ്. ഇനി അടുത്ത് നോക്കാം. നമ്മൾ ജനിക്കുമ്പോൾ അറ്റ് ബർത്ത് അവർ ബോഡി ഹാസ് അബൌട്ട് 300 ബോൺസ്. ഒരു ജനിച്ചൊരു കുട്ടിക്ക് 300 ബോൺ ഉണ്ടാവും അതിൽ. ആസ് വി റീച്ച് അഡൾട്ട്ഹുഡ്, പക്ഷെ വളരും തോറും ആ എല്ലുകളുടെ എണ്ണം കുറയും. കാരണം എല്ലുകൾ ഇങ്ങനെ മെർജാവും. മെർജായിട്ട് എന്തായിട്ട് മാറും? നമ്പർ കുറയും. ആ ലാസ്റ്റ് 206 എണ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ. ജനിക്കുമ്പോൾ 300 എണ്ണം ഉണ്ടാവും. പിന്നെ വളരും തോറും അത് കുറഞ്ഞ് എന്ത് ചെയ്യും? കുറേ പറഞ്ഞാൽ മെർജാവുകയാണ്. ഇപ്പോൾ 2 എണ്ണം ഉള്ളത് കൂടിച്ചേർന്ന് ഒന്നായി മാറുന്നതാണ്. 206 ആയിട്ട് മാറുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ എ ഹ്യൂമൻ ബോഡി 206 ആണ്. 206 ആണ് കേട്ടോ. ഇനി നമുക്ക് പാർട്സ് ഓഫ് ബോഡി, നമ്പർ ഓഫ് ബോൺസ് തന്നിട്ടുണ്ട്. ഇത് ടോട്ടൽ ചെയ്യണം. വെർട്ടിബ്രൽ കോളത്തിൽ 33 നമ്പർ ഓഫ് ബോൺസ് ആണ് ഉള്ളത്. 2 കയ്യിലും കൂടിയിട്ട് നമുക്ക് 64 എണ്ണം. ഒരു കയ്യിൽ 32 ബോൺസ് ആണ് ഉള്ളത്. പിന്നെ 2 കാലിലും കൂടിയിട്ട് നമുക്ക് 62 എല്ലുകളുണ്ട്. ഒരു കാലിൽ 31 എണ്ണം. പിന്നെ ഈ സ്റ്റേണം എന്ന് പറയുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു റിബിൻ്റെ അവിടെ, അതിൽ ഒരെണ്ണേ ഉള്ളൂ. റിബ്സ് നമുക്ക് 24 എണ്ണമാണ്, 12 പെയറാണ്. സ്കള്ള് 22 ബോൺസ് സ്കള്ളിലുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 206 കിട്ടും. ഓക്കെ. നെക്സ്റ്റ്, യു ഹാവ് നൗ അണ്ടർസ്റ്റുഡ് മോർ അബൌട്ട് ദ സ്കെൽറ്റൺ. ബോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് സ്കെൽറ്റനെ കുറിച്ച് മനസ്സിലായി. ബോൺസ്, കുറേ എല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ഈ സ്കെൽറ്റൻ വരുന്നത്. അപ്പോൾ ബോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മിനറൽസ്. ബോൺസ് ആണ് ബ്ലഡ് സെല്ലുകളുടെ പ്രൊഡക്ഷൻ, മിനറൽസിൻ്റെ സ്റ്റോറേജ്, ഇതെല്ലാം ചെയ്യുന്നത്. കൺസോളിഡേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ബോൺസ് ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ ഫങ്ഷൻ ഓഫ് ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. ദ സ്കെൽറ്റൻ ഗീവ്സ് ഷേപ്സ് ടു ദ ബോഡി. ഷേപ്പ് ടു ദ ബോഡി കൊടുക്കണു. പിന്നെ നെക്സ്റ്റ്, പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ്, സ്റ്റോറേജ് ഓഫ് മിനറൽസ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റേണൽ ഓർഗൻസ്, ഫെസിലിറ്റേറ്റ് മൂവ്മെന്റ്. ഇത് ഉണ്ടെങ്കിലേ നമുക്ക് നടക്കാനും കൈയും കാലും അനക്കാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ വരുന്നത്. പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് കാർട്ടിലേജ് മുതൽ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഡൗട്ട് വരുന്നത് ഇതിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡൗട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം അതിൻ്റെ ആൻസർ എഴുതുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.